പ്രകാശനം. നമുക്ക് പൊതുവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ അച്ഛനമക്കളും ശിശുമക്കളൊക്കെ ഇടവകളെല്ലാം വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവം മകളെ ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശേഷ ഭാഗങ്ങളിൽ കലങ്ങിപ്പോയത് ദൈവത്തെ വിശ്വസിക്കുകയും എന്നെ വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ വിശ്രമിക്കാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ വാക്യമാണ് നമുക്കുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നു. കർത്താവ് യേശുവിന്റെ കൂടെ ഉള്ളതായ നിത്യമായിട്ടുള്ളതായ വാസം അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ചെറിയ അവസാന ലോകത്തോടെ വിട പറയുന്നതായ ഒരു മനുഷ്യന് പിന്നെ ജീവിക്കുന്ന സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അനേകരുടെ ചോദ്യചിഹ്നമാണ്. പിന്നെ നമുക്ക് ജീവിതമുള്ളൂ. അവിടെ ഈ ലോകം തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ. ഇവിടെ തന്നെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിലെ ജീവിതം വിട്ടാലും നമുക്ക് കല്ലറയിൽ കുറച്ച് നാളെ വിശ്രമമുണ്ട്. എന്നാൽ കർത്താവിന്റെ വരവിൽ നാം ഇവിടെ എടുക്കപ്പെട്ട കൂടെ യുഗായുഗം ഉള്ളതായിട്ടുള്ള വാഴ്ച തന്റെ ഏകജാതി പുത്രൻ ലോകത്തിലേക്ക് അയച്ച് ആവികൾക്ക് വേണ്ടി മരിച്ച് ഉയർത്ത ജീവിക്കും. ബാക്കിയ ഒരു വലിയ ശുശ്രൂഷയാണ് കർത്താവ് ലോകത്തിൽ ചെയ്തത്. ക്രൂശിന്റെ മുൻപിൽ ഗതസമനമുണ്ട്. ആ ഗതസമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. രക്തത്തുള്ളികൾ ഗർഭപോലെ നിലത്ത് വീഴുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ പിതാവ് എനിക്ക് പാനപാത്രം കഴിയില്ല, സഹിക്കുവാൻ കഴിയില്ല. എന്നിൽ നീ പാനപാത്രം എടുക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ലോകത്തിൽ വളരെ ശക്തമായ കർത്താവ് പറയുമ്പോൾ അതിനുവേണ്ടി മനുഷ്യൻ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവരെ ഈ ലോകത്തിൽ ആരുടെ വാക്കിന് വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിലും കർത്താവിന്റെ വാക്ക് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഒരുപാട് ജനങ്ങൾ മറ്റൊരാളുടെ വാക്കിലാണെന്ന് ഈ സഭ ലോകത്തിൽ നിലനിൽക്കുന്നത്. ആരുടെ വാക്കിലാണ്? തന്റെ കർത്താവിന്റെ വാക്ക്. ഞാൻ വീണ്ടും വരും, നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്ത് കൊടുക്കുന്ന ഒറ്റ വാക്കിന്റെ ആ വലിയ വിശ്വാസത്തിലാണ് പ്രത്യാശയോടെ ലോകമെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വരവിന് വേണ്ടി. അതുകൊണ്ട് ആ ഒരു വരവിൽ പ്രത്യാശയോടെ തീരാൻ സാധിക്കും. ശ്രവണ സമയത്ത് അവനുള്ള കർമ്മിമാർ പട്ടക്കാരെ പറയാനുള്ളത് വീണ്ടും വരുന്ന പ്രത്യാശയോടെ ഞാൻ മണ്ണിലേക്ക് ഏൽപ്പിക്കും. കുറച്ച് നാൾ വിശ്രമിക്കുവാനായിട്ട് നമ്മുടെ കല്ലറയിലേക്ക് മണ്ണിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നാൽ ഒരു പ്രത്യാശയുണ്ട്. സംസാരിക്കുന്ന ഒരു പട്ടക്കാരന് വിശ്വാസ ഇടയന് ഒരു വലിയ നിശ്ചയമുണ്ട്. കർത്താവിന്റെ വരവെങ്കിൽ പ്രിയവരും പ്രിയപ്പെട്ടവരും പ്രിയ മാതാവ് പ്രിയ പിതാവ് കുഞ്ഞുങ്ങൾ അവർ ഉയർത്ത് ഞങ്ങളെ പുറത്തു വരും. ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ഈ ഭവനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വിശ്വാസക്കാർക്കും നല്ല പോർക്കല്ലി ഓട്ടമല്ല മനുഷ്യ നല്ലൊരു തീരുമാനം നേരിട്ടെഴുതുവാൻ സാധിച്ചെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളത്. അതുകൊണ്ട് ലോകത്തിന്റെ ദുഃഖത്തിന്റെ നടുവിൽ അനേകം കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും അവസാനം തൈരാഭിഷേകം ലഭിക്കുവാനും ഒക്കെയും അമ്മച്ചിക്ക് സാധിച്ചതിന് കാരണം ഇത് തന്നെയാണ്. നല്ലൊരു അന്ത്യം ലഭിച്ചു. അത് തന്നെ ഞങ്ങളുടെ കൈ കൊണ്ട് പണിയതായ ഭവനം വിട്ടാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനങ്ങൾ കൊണ്ടല്ലോ കർത്താവേ. Oh
സൗന്ദര്യമാകുന്നു. അവ അവരുടെ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ മകനെ സ്വഭാവം കേൾക്കുന്നത് ദൈവം നല്ലത്. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മനുഷ്യരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും. ദൈവം സകലത്തിലും സമയവും ആകേണ്ടതിന് പുത്രം താനും സകലവും തനിക്ക് ഈടാക്കി കൊടുത്തവൻ ചെയ്യപ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനം കേൾക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നതിന് ഞങ്ങളും സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ സ്ത്രീകൾ ഏതൊരു സാഹചര്യത്തിലും ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിലൂടെ പോയി കഴിയുന്നത് മരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത യുദ്ധം എന്നാണ്. ജീവിത യുദ്ധം അവസാനിച്ചു. കഴിഞ്ഞ 70-71 വർഷത്തോളം മാതാവിന്റെ ജീവിത യാത്രകളിൽ അവൻ കഥയുന്ന സാഹചര്യങ്ങളിൽ അവൻ ജീവിതത്തിന്റെ പല വീടുകളിലൂടെ കടന്നു പോയപ്പോൾ അവൻ അവിടെയൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിൽ വലിയ യുദ്ധമുണ്ടായിരുന്നു. വേദനയും രോഗവും
നഷ്ടവും അവൻ മുറവിളികളും ഒക്കെ ജീവിതത്തിന് മുമ്പിൽ കൂടെ കടന്നു വന്നപ്പോൾ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് അവൻ യുദ്ധമില്ലാത്ത അവൻ പ്രിയ മാതാവിന്റെ ആത്മാവ് പോയി ചേരുവാനിടയായി തീർന്നു. അവൻ പ്രിയ മാതാവ് വെച്ചേച്ച് പോയിട്ടുള്ള അവൻ മാതൃകകൾ നാം പിൻപറ്റുക എന്നുള്ളതാണ് പിൻതലമുറയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അവൻ നാം അനുവർത്തിക്കുക, അത് പ്രാവർത്തികമാക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഇന്ന് പകൽ കൂടിയാണ്. പ്രത്യേകാൽ നാമൻ വെട്ടിയാറ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലുള്ള ഞങ്ങളുടെ ചിലവർക്ക് കടന്നു വന്നതായിരുന്നു. പ്രിയ വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുകയും അവൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവൻ ഇവിടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവിനോടും അവൻ പ്രിയ സഹോദരൻ പ്രത്യേകാൽ അവൻ പ്രിയ വീഴ്ചാന കുടുംബം, തന്റെ സഹോദര കുടുംബം, സഹോദരിമാരുടെ കുടുംബങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരോടും അവൻ സഹോദരങ്ങളോട് അവൻ ബന്ധുക്കളാകുന്ന എല്ലാവരോടും അവൻ സഹോദര ദൈവങ്ങളെ എല്ലാവരെയും സമയത്തെ ഞാൻ അവനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോടെ പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ താർക്കും മുന്നേ എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവന്റെ മുഖപ്രകാശ രക്ഷകന്റെ ദൈവമാവുന്നു. എന്നിങ്ങനെ ഞാനിനി അവനെ സ്തുതിക്കും, പാലിക്കുന്നു. വളരെ സ്നേഹവും സന്തോഷവും
ദൈവത്തിലേക്ക് കാണുവാനും അവർക്ക് പ്രാർത്ഥിക്കാനും കൊണ്ടുവന്ന് വിട്ട് സമയത്തേക്ക് ബന്ധപ്പെട്ട മാതാവിനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഇവിടെയാണ്. എനിക്ക് ഈ സമയത്തുള്ള അനുഭവിച്ചതിന് പ്രിയപ്പെട്ടവരുള്ള വിശേഷ നന്ദി അറിയിക്കുക. ഇവിടെ മരണോപാധിയായ ആളുകളാണ് ഞങ്ങളെ ഞാൻ ഇവിടെ വെള്ളം പഠിപ്പിച്ച് തീരുമാനമായി തോന്നുന്നു. എത്ര സ്നേഹിക്കുന്നവരും എത്ര കരുതുന്നവരും എത്ര വാത്സല്യത്തോടെ നമ്മളെ കൊണ്ട് നടന്നവരൊക്കെ മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കൂടെ വരുന്നില്ല. നാം സ്വരൂപിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും നാം പാർക്കുന്ന ഈ ഭൂമിയും നമ്മെ ജനിപ്പിച്ച അമ്മയപ്പന്മാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും അവരെയും കൊണ്ടുവിട്ട് കർത്താവ് വിളിക്കുമ്പോൾ ഓരോരുത്തരും മരണത്തിന് മുമ്പിൽ കീഴടങ്ങുക. അവരേകരായിട്ടാണ്, ഒറ്റയ്ക്കാണ് എല്ലാവരെയും വിട്ട് ഭൂമി വിട്ട് പോകുന്നത്. എല്ലാവരും വളരെ ഭൂമിയിൽ ചിലവഴിക്കുമ്പോൾ വളരെ സ്നേഹിക്കുകയും കരുതുകയും സന്തോഷിക്കുകയും ചെയ്ത എല്ലാവരും മരണത്തിന് മുമ്പിൽ അകന്നു മാറി നിൽക്കുക. എന്നാൽ കൂടെ നിന്നവരൊക്കെ കൈവിടുകയും മരണത്തിനപ്പുറത്തിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു കർത്താവ്, ആ കർത്താവിനെ ഇവിടെ നിൽക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും ഈ ഭവനത്തിലുള്ളവർക്കും നന്നായി അറിയാം. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഏകരാണ് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ, ആരും കൂടെയില്ല എന്ന് ചിന്തിക്കുന്ന വേളകളിൽ, മരണത്തിൻ്റെ താഴ്വരകളിലും നമ്മോട് കൂടെ വരുന്ന നമ്മുടെ കർത്താവ് ഈ വാത്സല്യ ഭവനത്തിലുള്ള എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകട്ടെ. ഈ ഡെൻബോഡിയുടെ മുമ്പിൽ വളരെ ഭയത്തോടും വളരെ ബഹുമാനത്തോടും കൂടെ എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും എപ്പോഴെന്ന് അറിയുന്നില്ല ഇതുപോലെ ഒരു പെട്ടിക്കകത്തിൽ മൂക്കിൽ പഞ്ഞി വെച്ച് താടി കൂട്ടിച്ചേർത്ത് കെട്ടപ്പെട്ട് ഉദച്ച് മൂടപ്പെട്ട് അനേക ജനങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഭൂമി നാം പരദേശികളാണ്. ഇവിടെ നമുക്ക് നിലനിൽപ്പില്ല. എപ്പോൾ നമ്മെ ഇവിടുന്ന് ദൈവം വിളിക്കുന്നു ആ സമയം നമ്മൾ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ഭയമുള്ളവരായി നമ്മൾ തീരണം. സ്വർഗവും നരകവും ദൈവവചനം പഠിക്കുമ്പോഴെന്ന് മാത്രമല്ല എല്ലാവരും ഒരു സംസാര വിഷയം കൂടിയാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് അല്ലാതെ ജീവിക്കുന്ന പലർക്കും ഈ ഭൂമിയിൽ പ്രീതി കിട്ടിയെന്നിരിക്കാം, ബഹുമാനം കിട്ടിയെന്നിരിക്കാം, ആദരവ് കിട്ടിയെന്നിരിക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ജീവനോടിരിക്കുന്ന മനുഷ്യനാണ് ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെ വാഴുവാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങളെ കൊണ്ട് ആശ്വാസം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചയമായി ഈ ഡെൻബോഡിയുടെ മുമ്പിൽ വളരെ ഭയത്തോടുകൂടിയായിരിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് Maya.
ഇതിൻ്റെ മാതാവിൻ്റെ ഞാൻ ഈ പ്രിയ ഭവനത്തിലെ പ്രിയ മാതാവിൻ്റെ ഇളയ മകൻ്റെ ഭാര്യയുടെ ഉപ്പാപ്പനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകനാണ്. എന്നാൽ അവൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ചേർന്ന നാൾ മുതൽ തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് ദൈവികമായിട്ട് എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുകയും ഒന്നിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഇടയാകാറുണ്ടായിരുന്നു. പ്രിയ മാതാവ് സുഖമില്ലാതെ ഭവനത്തിൽ നേരത്തെയായിരുന്നപ്പോൾ പല പ്രാവശ്യം വന്ന് കാണുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ പിന്നെ ചേച്ചി അമ്മാവയുടെ വീട്ടിലായിരുന്ന സമയത്ത് പല പ്രാവശ്യം വരികയും കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ വീണ്ടും ആ ഭവനത്തിൽ ചെല്ലുവാനും പ്രിയ മാതാവിനെ വളരെ രോഗത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ അവസ്ഥയിലൊക്കെ കാണുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ വളരെ അവസരം ലഭിച്ചു. അങ്ങനെ പ്രിയ പിതാവ് പലപ്പോഴും മരണം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട്, ദുഃഖിക്കരുത്, കരയരുത്, ഭാരപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. തിരുവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തെ പങ്കുചേരുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടവരാകുന്നു. നമ്മൾ അതുകളെ പോലെ കൽപ്പന ചെയ്ത് മറ്റൊന്നുമല്ല നമ്മൾ സ്നേഹം പ്രകടമാക്കേണ്ടത്. കാരണം പ്രിയ മാതാപിതാക്കള് നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ടവർക്ക് വളർത്തി കൊണ്ടുവന്ന നല്ല നിലയിലൊക്കെ ആയി കഴിയുമ്പോൾ മാതാപിതാക്കൾ രോഗത്താലൊക്കെ ഭാരപ്പെട്ട ഭവനങ്ങളിൽ കഴിയുമ്പോൾ ശുശ്രൂഷ കൊടുത്ത് അവരെ വേണ്ടും പോലെ ശുശ്രൂഷിച്ച് അവരെ യാത്ര അയക്കുന്നതാണ് ഒരു മക്കളുടെ കടമ. അത് ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ ഭാഗ്യവാന്മുള്ളവരായി ഈ ഭൂമിയിൽ നമ്മുടെ തലമുറയ്ക്ക് മാതൃകയുള്ളവരായി തീരുവാനായിട്ട് സാധ്യമാകുന്നുള്ളൂ. അത് ഈ പ്രിയ മാതാവ് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ നാളുകളൊക്കെ ശരീരമായിട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് ഭവനത്തിലൊക്കെ ആയിരുന്നപ്പോൾ വളരെ കാര്യമായിട്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലൊക്കെ വളരെ ശുശ്രൂഷ കേൾക്കുവാൻ അത് നൽകുവാൻ ഈ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം സാധിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹമാകുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. അനേക മാതാപിതാക്കളുടെ ശുശ്രൂഷ ലഭിക്കാതെ അനാഥാലയങ്ങളിലും മറ്റിതര സ്ഥാനങ്ങളിലൊക്കെ കിടന്ന് ഒരുപാട് കഷ്ടത അനുഭവിക്കുമ്പോൾ മാതാവിനെ വളരെയേറെ ശുശ്രൂഷിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ നാളുകളിലൊക്കെ ഭവനങ്ങളെ സന്ദർശിക്കുവാനും അത് കാണുവാനും ഇടയായ ഒരാളായതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് തന്നെ ആ കാര്യം പറയുവാൻ ഈ സമയം എടുത്തത്. ഞാൻ കുടുംബത്തിൽ വന്നതിന്റെ പറഞ്ഞല്ലോ, പ്രിയ പിതാവിനെ മാതാവിന് വേണ്ടി ഞാൻ മിനിഞ്ഞാന്ന് 3 ദിവസത്തിന് മുമ്പേ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവേ പാട്ടുകാരൻ പാടുന്നതുപോലെ ഒരു മനുഷ്യന്റെ ആയുസ് 70 ഏറെ ആയാൽ 80 വളരെ പ്രയാസവും വേദനജനവുമാണെന്ന് നമുക്ക്. അങ്ങനെ ആ വേദനയെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവേ ഈ കഷ്ടത കാണുവാനും ഈ പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു പോകുവാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടും കരുതിയിട്ടും ഇങ്ങനെ ഒന്നുകൊണ്ട് പറയുവാൻ ഇടയാകാതെ വണ്ണം എന്റെ നിത്യസന്നിധിക്ക് പ്രിയ മാതാവിനെ എടുക്കണം യോഗ്യതയുള്ള ആഴമായിട്ട് പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണോ അല്ല എങ്കിൽ തന്നെയും മനുഷ്യനെ സഹിക്കാവുന്ന കൂടുതൽ കഷ്ടത വേദന നമ്മുടെ ഈ ലോകത്തിലാണ് തന്നെ സ്നേഹിക്കുന്ന നമ്മൾ നരത്തില്ലെന്നുള്ളതാണ് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രിയ മാതാവ് കഴിഞ്ഞാൽ ദൈവത്തോട് സഭയോട് സഹോദരങ്ങളോട് പ്രിയപ്പെട്ടവരോട് സ്നേഹിതരോടൊക്കെ വളരെ ആഴമായി ദൈവസ്നേഹത്തിൽ നിന്നും അനുകാരിച്ച മാതാവാണ്. ഈ മാതാവിന്റെ വേർപാടില് ബിജുമോന്റെ കുടുംബം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചാലമൂട് പ്രദേശത്തെ കുടുംബം എന്നുള്ള രീതിയിൽ എല്ലാവിധമാകുന്ന അനുശോചനങ്ങളും ഈ സമയം കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായ ജീവിതത്തിന് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അവസരം തന്നു ദൈവത്തോടും ഈ കുടുംബാംഗങ്ങളോടും എല്ലാവരോടുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട്
പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളെ നിത്യം പരിപാലിക്കുന്ന ഞങ്ങളുടെ നല്ല ഇടയനുമായ പാപമറക്കുന്ന ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, അവിടുന്ന് തന്നെ വഴിയും സത്യവും ജീവനുമാകിയാൽ നിന്നെ അനുധാവനം ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഞങ്ങളിൽപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ വേദനിക്കുന്നതായ അനുഭവത്തിൽ സ്നേഹബന്ധങ്ങൾ ഒക്കെയും വിച്ഛേദിച്ചിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ മാറ്റമില്ലാതെ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ വേളയിൽ പ്രിയദാസി ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ പ്രിയദാസനെ, ദാനം കൊടുത്ത മക്കളെയും കൊച്ചുമക്കളെയും പ്രിയ അമ്മച്ചിയുടെ കൂടെ പുറത്തുകളെയോ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അവർക്ക് ആശ്വാസമായി, അവിടുത്തെ വാഗ്ദത്തങ്ങൾ അവർക്ക് പ്രത്യാശയായി, അവരുടെ തുടർന്നുള്ള ജീവിതം ഒരുങ്ങി നിന്നെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. അമ്മച്ചി അവർക്ക് മുൻപിട്ട് പോകുന്നു. അവർക്കും ഇതുപോലെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ദിവസം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ അവശേഷിക്കുന്ന ശുശ്രൂഷകൾ തിരിക്കുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഈ ഭവനത്തോട്, പ്രിയ പിതാവിനോട്, കുഞ്ഞുങ്ങളോട്, കൊച്ചുമക്കളോട് കൂടെ ഇരിക്കണം. ഈ ഭവനത്തിൽ ഒരിടം ശൂന്യമാകുമ്പോൾ സ്വർഗീയ സാന്നിധ്യത്താൽ ആ വിടവിനെ നികത്തി
പ്രത്യാശയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ മുൻപോട്ട് നയിക്കണം. സകലതും യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല.